ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഫസ്റ്റ് മൊഡ്യൂളിനെ റിവിഷൻ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ബാങ്കിങ്. ബാങ്കിൻ്റെ ഡെഫിനിഷനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ചാണ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ 5B. Banking Regulation Act 1949 Section 5B of Banking Regulation Act defines banking as ബാങ്കിങ്ങിനെ ഡിഫൈൻഡ് ചെയ്യുന്നതൊക്കെ എന്താണ് പറയുന്നത്, ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, അതായത് എക്സസ് ആയിട്ടുള്ള ഫണ്ട് പബ്ലിക്കിൻ്റെ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, ഒന്നില്ലെങ്കിൽ മണി ഷോർട്ടേജ് ഉള്ളവർക്ക് വേണ്ടി കൊടുക്കാം, ലെൻഡ് ചെയ്യാം. ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് സൂക്ഷിക്കുക. ഡെപ്പോസിറ്റ്സ് ഓഫ് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്. അപ്പോൾ അങ്ങനെ പല രീതിയിലായിട്ട് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക ഫ്രം ദി പബ്ലിക്കിൻ്റെ നിന്ന്. അപ്പോൾ ഒന്നുകൂടി നോക്കി, ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, എക്സസ് ആയിട്ടുള്ള ഫണ്ട് പബ്ലിക്കിൻ്റെ നിന്ന് അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ലെൻഡിങ്, കടം കൊടുക്കാനായിട്ട്. ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ബാങ്കിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ഫ്രം ദി പബ്ലിക്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ പബ്ലിക് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് തിരിച്ചു കൊടുക്കണം. അതാണ് റീപേയബിൾ, തിരിച്ചു കൊടുക്കുക. റീപേയബിൾ ഓൺ ഡിമാൻഡ്, എപ്പോഴാണോ പബ്ലിക്കിന് ആവശ്യമുള്ളത് അത് റീപേയ്മെൻറ്റ് ചെയ്യണം. ഓർ അതർവൈസ്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിൻ്റെ മെച്യൂരിറ്റി ടൈം, ആ ടൈമിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അതെങ്ങനെയാണ് പബ്ലിക് വിത്ഡ്രോ ചെയ്യുക, പിൻവലിക്കുക? ഫണ്ട് എങ്ങനെ വിത്ഡ്രോ ചെയ്യും? ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. എളുപ്പമല്ലേ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ? ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, വിത്ഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അടുത്തത് വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്? അതായത് ഒരു എമൗണ്ടിൻ്റെ ഒരു പോർഷൻ, ഒന്നില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഈസ് ദ എമൗണ്ട് ഓഫ് മണിയുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ അസറ്റ് ദാറ്റ് ആർ നീഡ് ടു ബി സെറ്റ് അസൈഡ്. അത് മാറ്റിവെക്കുന്നത് ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ, അതായത് നിയമപരമായിട്ട് ഒരു എമൗണ്ട് ഫ്യൂച്ചറിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി, ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട്, അല്ലെങ്കിൽ അസറ്റായിട്ട്, ദാറ്റ് നീഡ് ടു ബി സെറ്റ് അസൈഡ്, മാറ്റിവെക്കുക. എന്തിൻ്റെ ഭാഗമായിട്ട്? ആസ് എ ലീഗൽ റിക്വയർമെൻറ്റ്, നിയമപരമായിട്ട് കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നിയമപരമായിട്ട് ഒരു മണിയുടെ ക്യാഷിൻ്റെ ഒരു പോർഷൻ, അല്ലെങ്കിൽ സെക്യൂരിറ്റി, അസറ്റ്, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കപ്പോൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഇപ്പം സെറ്റ് അസൈഡ് മാറ്റി വയ്ക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി, സെക്യൂരിറ്റി ഓർ അസറ്റ് ദാറ്റ് ആർ നീഡ് ടു ബി സെറ്റ് അസൈഡ്, മാറ്റി വയ്ക്കുക ആസ് ലീഗൽ, നിയമപരമായിട്ട് ബൈ ഇൻഷുറൻസ് കമ്പനി ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കവർ ഇറ്റ്സ് ഒബ്ലിഗേഷൻസ്, അവരുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട്, വിച്ച് ആർ ഡ്യൂ ഇൻ ദ നിയർ ഫ്യൂച്ചർ, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പം നിലവിലുള്ള പ്രോഫിറ്റിൻ്റെ ഒന്നില്ലെങ്കിൽ അത് മണിയായിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട്, അല്ലെങ്കിൽ അസറ്റായിട്ട് മാറ്റി വയ്ക്കുന്നതിനാണ്, സെറ്റ് അസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിലനുസരിച്ച് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ട്രാൻസ്ഫർ 20% ഓഫ് ദെയർ പ്രോഫിറ്റ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഇപ്പോൾ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് എല്ലാ ബാങ്ക്സും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമാണ്. നോക്കിയ, ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ട്രാൻസ്ഫർ 25% ഓഫ് ദെയർ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്?
നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റിലേക്ക് പോണേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണെന്ന് നോക്കാം. ആൻ അസറ്റ് ബിക്കെയും നോൺ പെർഫോമിംഗ് അസറ്റ് വെൻ ഇറ്റ് സീസ് ടു ജനറേറ്റ് ഇൻകം ഫോർ ദി ബാങ്ക്. ഒരു ബാങ്കിന് ഇൻകം ജനറേറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്, വേടിയിൽ നിന്ന് തന്നെ നമുക്കറിയാം നോൺ ആണ്, പെർഫോമൻസ് നോൺ ആണ്, അതായത് ഇൻകം ബാങ്കിന് ജനറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ഏതൊക്കെ, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അതിൽ ഫസ്റ്റ് സബ് സ്റ്റാൻഡേർഡ് അസറ്റാണ് നമ്മൾ ഇതിൽ ചോദിച്ചേക്കണേ. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ്, ഞാൻ പറഞ്ഞില്ലേ നോൺ പെർഫോമിംഗ് അസറ്റാണ് ഏത്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 months. അതായത് 12 മാസം എക്സീഡ് ചെയ്യരുത്, 12 മാസത്തിനുള്ളിൽ അത് ഇൻകം ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെയുള്ള അസറ്റുകളെയാണ് നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് നോൺ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12, 12 മാസത്തിൽ കൂടുതലാവരുത്, അത്ര നാളുകൾക്കുള്ളിൽ ഒന്നും ഇൻകം ബാങ്കിന് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത അസറ്റുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം. സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് സിസ്റ്റത്തിൽ ക്യാഷോ അല്ലെങ്കിൽ ജേണലോ ഒന്നും പ്രിപ്പയർ ചെയ്യണില്ല. പോസ്റ്റിങ് നേരെ ഈ സ്ലിപ്പിൽ നിന്ന് നടത്തുകയാണ് ചെയ്യണത്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ ജേണലോ ഒന്നും പ്രിപ്പയർ ചെയ്യണില്ല. നമുക്ക് നോക്കാം. സ്ലിപ്പ് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് റാപ്പിഡ് പോസ്റ്റിംഗ്. ഇപ്പം നമ്മൾ ജേണലോ ക്യാഷ് ബുക്കോ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം വേണ്ടേ, ഇതിലെങ്ങനെ റാപ്പിഡായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. പോസ്റ്റിംഗ് ഇൻ ബുക്സ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അണ്ടർ ദിസ് സിസ്റ്റം പോസ്റ്റിംഗ് ഈസ് ഡൺ ഫ്രം, ഞാൻ പറഞ്ഞില്ലേ നേരെ സ്ലിപ്പിൽ നിന്നാണ് പോസ്റ്റിംഗ് നടത്തുന്നത്, ഈസ് ഡൺ ഫ്രം സ്ലിപ്സ് ആൻഡ് നോട്ട് ഫ്രം ജേണൽ ഓർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കോ ജേണലോ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ നിൽക്കണില്ല, നേരെ സ്ലിപ്പിൽ നോക്കി പോസ്റ്റിംഗ് നടത്തുന്നു. ഇനി എന്താണ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ, സ്ലിപ്പ് ആർ ലൂസ് ലീവ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെയിൻ സ്ലിപ്പ്, വിത്ഡ്രോവൽ സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ലീഫാണ്, ലീവ്സ് ഓഫ് ജേണൽ ആൻഡ് ദീസ് ആർ സപ്ലൈഡ്. ഇത് കൊടുക്കുന്നത് ബൈ കസ്റ്റമേഴ്സ് ഓർ ബൈ ദ ബാങ്ക് സ്റ്റാഫ്. ഒന്നില്ലെങ്കിൽ കസ്റ്റമർ ആയിരിക്കും അല്ലെങ്കിൽ ബാങ്ക് സ്റ്റാഫ് ആയിരിക്കും ഇത് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ലൂസ് അസറ്റ്. ലൂസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ലോസ് ആയ അസറ്റുകളെയാണ് നമ്മൾ ലൂസ് അസറ്റ് എന്ന് പറയുന്നത്. ലൂസ് അസറ്റ് ആർ ദോസ് അസറ്റ് ഇൻ വിച്ച് ലോസ് ഹാസ് ബീൻ. ലോസ് അതായത് നഷ്ടമാണെന്ന് ഐഡൻറ്റിഫൈ ബൈ ദി ബാങ്ക്സ് ഓർ ഓഡിറ്റേഴ്സ് ഓർ ദി RBIയോ ഓഡിറ്ററോ ബാങ്കോ അത് ലോസ് അസറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൂസ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് അത് ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യണില്ല, വെറും ഒരു ലോസാണ്, ലോസ് ആയിട്ടുള്ളൊരു അസറ്റാണ്. ഈ ലോസ് അസറ്റ് എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റാണ്. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലൂസ് അസറ്റ്, ഇതൊക്കെയാണ് 3 നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അപ്പോൾ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ ആരൊക്കെ, ബാങ്ക്, ഓഡിറ്റേഴ്സ് ഓർ RBI, ബട്ട് ദ എമൗണ്ട് ഹാസ് നോട്ട് ബി റിട്ടേൺ ഓഫ്. എമൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അത് ലോസ് ആയിട്ടുള്ള അസറ്റാണ്, അതിനാണ് ലൂസ് അസറ്റ് എന്ന് പറയുന്നത്. ദീസ് അസറ്റ് ആർ ഇർറിക്കവറബിൾ. അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, അത് ലോസാണ്, നഷ്ടമായി ഓൾറെഡി. ഇൻ ഷോർട്ട് ലൂസ് അസറ്റ് ഹാസ് ദ ലോസ്റ്റ് വാല്യൂ ബട്ട് നോട്ട് റിട്ടേൺ ഓഫ്. അത് ലോസ് ആയിട്ടുള്ള അസറ്റാണ്, പക്ഷെ അത് റിട്ടേൺ ഓഫ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വാട്ട് ഈസ് നോൺ ബാങ്കിങ് അസറ്റ്. അടുത്തത് വാട്ട് ഈസ് നോൺ ബാങ്കിങ് അസറ്റ്. നമുക്കറിയാം നമ്മൾ ഒരു ബാങ്കിൽ കടം എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മളുടെ പ്രോപ്പർട്ടി വയ്ക്കും. ഇപ്പം നമുക്ക് ആ പ്രോപ്പർട്ടി ആ ലോൺ എടുക്കുന്ന എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാങ്ക് എന്താ ചെയ്യുക, ആ പ്രോപ്പർട്ടി അവർ സ്വന്തമാക്കും. അങ്ങനെയുള്ള അസറ്റിനെയാണ് നോൺ ബാങ്കിങ് അസറ്റ്. ബാങ്കിൻ്റെ അല്ല, നമ്മുടെയാണ്, പക്ഷേ നമ്മൾ ഫണ്ട് അടയ്ക്കാത്ത കാരണം അത് ബാങ്ക് അത് ഏറ്റെടുക്കണം ആ പ്രോപ്പർട്ടി. Banks usually lend against the security of some asset. If the borrower failed to repay, repayment ചെയ്യാൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ the loans has been the bank has to take possession of the asset given as security ആയിട്ട് വെച്ചേക്കണ അസറ്റ് അവരെന്ത് ചെയ്യും, എടുക്കും, അവർ സ്വന്തമായിട്ട് എടുക്കും.
In such a case, the asset acquired in satisfaction of the claim of the banks are termed as non-banking asset. അതായത് ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി അവർ ഫെയിലായി കഴിഞ്ഞാൽ അത് ബാങ്കിൻ്റെ സ്വന്തമായിട്ട് എടുക്കും. അങ്ങനെയുള്ള അസറ്റുകളെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ്. അപ്പോൾ ഇനി അടുത്ത പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.